എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വായനാ ദിന ക്യൂസ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയറും ചെയ്ത് കൊടുക്കുക. ആരുടെ ഓർമ്മയ്ക്കാണ് ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്നത്? പി.എൻ. പണിക്കർ. പി.എൻ. പണിക്കരുടെ മുഴുവൻ പേര് എന്താണ്? പുതുവായിൽ നാരായണ പണിക്കർ. പി.എൻ. പണിക്കർ ജനിച്ചത് എവിടെയാണ്? നീലംപേരൂർ, കോട്ടയം. പി.എൻ. പണിക്കരുടെ സ്മരണാർത്ഥം തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം 2004. പി.എൻ. പണിക്കർ ജന്മനാട്ടിൽ സ്ഥാപിച്ച വായനശാലയുടെ പേരെന്ത്? സനാതന ധർമ്മം. വിലാസിനി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആര്? എം.കെ. മേനോൻ. മലബാറിലെ ഔഷധസസ്യങ്ങളെപ്പറ്റി ഡച്ചുകാർ തയ്യാറാക്കിയ പുസ്തകം ഏത്? പോർത്തൂസ് മലബാറിക്കസ്. യുദ്ധവും സമാധാനവും എന്ന വ്യാഖ്യാത കൃതിയുടെ രചയിതാവ് ആര്? ലിയോ ടോൾസ്റ്റോയ്. ബാലമുരളി എന്ന തൂലികാനാമത്തിൽ രചനകൾ നടത്തിയിരുന്നത് ആര്? ഒ.എൻ.വി. കുറുപ്പ്. വാസനാവികൃതി എന്ന ചെറുകഥ രചിച്ചത് ആര്? വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ. സാരേ ജഹാംസെ അച്ച എന്ന ദേശഭക്തി ഗാനം ഏതു ഭാഷയിലാണ് രചിച്ചിട്ടുള്ളത്? ഉറുദു ഭാഷ. വലിയൊരു ലോകം മുഴുവൻ നന്നാവാൻ ചെറിയൊരു സൂത്രം ചെവിയിലോതാം ഞാൻ. ആരുടെ വരികൾ? കുഞ്ഞുണ്ണിമാഷ്. ചിത്രയോഗം എന്ന മഹാകാവ്യം എഴുതിയത് ആര്? വള്ളത്തോൾ നാരായണ മേനോൻ. ഗ്രീക്ക് സാഹിത്യത്തിലെ ഇതിഹാസങ്ങൾ ഏതൊക്കെയാണ്? ഒഡീസി, ഇലിയഡ്. ഇന്ത്യ എൻ്റെ രാജ്യം, എൻ്റെ സ്വന്തം രാജ്യം എന്ന് തുടങ്ങുന്ന കവിത രചിച്ചത് ആര്? ചെമ്മനം ചാക്കോ. കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ മുഖപത്രം ഏതാണ്? ഗ്രന്ഥലോകം. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസ്സല്ലോ സുഖപ്രദം. ആരുടെ വരികൾ? അക്കിത്തം അച്യുതൻ നമ്പൂതിരി. പി.എൻ. പണിക്കർ നയിച്ച ഗ്രന്ഥശാല സംഘത്തിന് ലഭിച്ച യുനെസ്കോ അവാർഡ് ഏത്? ട്രൂപ്സ്കായ അവാർഡ്. ബാലസാഹിത്യകൃതിയായ അവർ മൂവരും ഒരു മഴവില്ലും എന്ന കൃതിയുടെ രചയിതാവ്? രഘുനാഥ് പാലേരി. കേരള സാഹിത്യ അക്കാദമിയുടെ മുഖപത്രം ഏത്? സാഹിത്യലോകം. കണ്ണീരും കിനാവും എന്ന പ്രശസ്ത ആത്മകഥ ആരുടേത്? പി.ടി. ഭട്ടതിരിപ്പാട്. രണ്ടിടങ്ങഴി എന്ന പ്രശസ്ത നോവലിൻ്റെ രചയിതാവ് ആര്? തകഴി ശിവശങ്കരപ്പിള്ള. മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ജെ.സി. ഡാനിയൽ. വെയിൽ തിന്നുന്ന പക്ഷി എന്ന കവിതാ സമാഹാരത്തിൻ്റെ രചയിതാവ് ആര്? എ. അയ്യപ്പൻ. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യനു പെറ്റമ്മ തൻ ഭാഷ താൻ. ഇത് ആരുടെ വരികളാണ്? വള്ളത്തോൾ നാരായണ മേനോൻ. തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? കുഞ്ചൻ നമ്പ്യാർ. ശ്രീ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടിരുന്ന കവി ആരാണ്? വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. മലയാള സാഹിത്യത്തിലെ പ്രാചീന കവിത്രയം ആരൊക്കെയാണ്? എഴുത്തച്ഛൻ, ചെറുശ്ശേരി, കുഞ്ചൻ നമ്പ്യാർ. മലയാളത്തിലെ ആദ്യ പത്രം ഏത്? രാജ്യസമാചാരം. മഹാഭാരതം രചിച്ചത് ആര്? വേദവ്യാസൻ. ഗാന്ധിജിയെക്കുറിച്ച് എൻ്റെ ഗുരുനാഥൻ എന്ന പേരിൽ കവിത എഴുതിയത് ആര്? വള്ളത്തോൾ നാരായണ മേനോൻ. പരിസ്ഥിതി പ്രവർത്തകയായ പ്രശസ്ത മലയാള കവയിത്രി? സുഗതകുമാരി. മഹാത്മാഗാന്ധി തൻ്റെ ആത്മകഥ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എഴുതിയത് ഏത് ഭാഷയിലാണ്? ഗുജറാത്തി. മഹാകാവ്യം എഴുതാതെ മഹാകവിയായത് ആര്? കുമാരനാശാൻ. ആധുനിക കവിത്രയങ്ങൾ എന്നറിയപ്പെടുന്നത് ആരെല്ലാം? ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ. ലോക പുസ്തക ദിനം എന്നാണ്? ഏപ്രിൽ 23.
കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ ആദ്യത്തെ സെക്രട്ടറി PN പണിക്കർ. കൃഷ്ണഗാഥ രചിച്ചത് ആരാണ്? ചെറുശ്ശേരി. കേരള കലാമണ്ഡലം സ്ഥാപിച്ചതാര്? വള്ളത്തോൾ നാരായണ മേനോൻ. മലയാള സാഹിത്യത്തിലെ അമ്മ എന്നറിയപ്പെടുന്ന എഴുത്തുകാരി ബാലാമണി അമ്മ. ഓർമ്മകളുടെ അറകൾ ആരുടെ ആത്മകഥയാണ്? വൈക്കം മുഹമ്മദ് ബഷീർ. കാച്ചിക്കുറുക്കിയ കവിതകളുടെ കവി എന്നറിയപ്പെടുന്നത് ആര്? വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി, ചോദിക്കുന്നു നിർനാവു വരണ്ടഹോ കുമാരനാശാന്റെ ഏതു കവിതയിൽ നിന്ന് എടുത്തതാണ് ഈ വരികൾ? ചണ്ടാല ഭിക്ഷുകി. ഓമന തിങ്കൾ കിടാവോ എന്ന് തുടങ്ങുന്ന താരാട്ടുപാട്ട് രചിച്ചത് ആര്? ഇരയിമ്മൻ തമ്പി. മലയാളത്തിലെ ആദ്യ നോവലായ കുന്തലത രചിച്ചത് ആര്? അപ്പു നെടുങ്ങാടി. ജ്ഞാനപീഠ പുരസ്കാരം ആദ്യമായി ലഭിച്ചത് ആർക്ക്? G. ശങ്കരക്കുറുപ്പ്. കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? ജോസഫ് മുണ്ടശ്ശേരി. ആനന്ദ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആര്? P. സച്ചിദാനന്ദൻ. ആൽക്കമിസ്റ്റ് എന്ന വ്യാഖ്യാത ഗ്രന്ഥം രചിച്ചത് ആരാണ്? പൗലോ കൊയ്ലോ. ഭൂമിയുടെ അവകാശികൾ എന്ന പ്രസിദ്ധ കഥയുടെ രചയിതാവ് ആര്? വൈക്കം മുഹമ്മദ് ബഷീർ. ഉള്ളൂർ രചിച്ച മഹാകാവ്യം ഏത്? ഉമാകേരളം. തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? തിരൂർ. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസ്സല്ലോ സുഖപ്രദം ആരുടെ വരികൾ? അക്കിത്തൻ അച്യുതൻ നമ്പൂതിരി. അൽ അമീൻ പത്രത്തിൻ്റെ പത്രാധിപർ ആരായിരുന്നു? മുഹമ്മദ് അബ്ദുൽ റഹ്മാൻ സാഹിബ്. എഴുത്തച്ഛൻ സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തിരൂർ, തുഞ്ചൻപറമ്പ്, മലപ്പുറം. മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. ചെറുകാടിൻ്റെ യഥാർത്ഥ നാമം എന്താണ്? ഗോവിന്ദപിഷാരടി. കന്നിക്കൊയ്ത്ത്, മകരക്കൊയ്ത്ത് എന്നീ കാവ്യസമാഹാരങ്ങൾ രചിച്ചത് ആര്? വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. ഓടയിൽ നിന്ന് എന്ന പ്രശസ്ത കൃതിയുടെ രചയിതാവ് ആര്? ഉത്തരമറിയുന്നവർ കമന്റ് ചെയ്യുക. നന്ദി.